ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 1 കനകച്ചിലങ്ക എന്ന പാഠഭാഗത്തിലെ നിറങ്ങളുടെ നൃത്തം എന്ന ഭാഗമാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നിറങ്ങളുടെ നൃത്തം, പേജ് നമ്പർ 29. നിറങ്ങളുടെ നൃത്തം. കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ. ഏതെല്ലാമാണവ? നമ്മുടെ നാട്ടിൽ ഏതെല്ലാം കലാരൂപങ്ങളാണ് നമ്മൾ കാണുന്നത്? ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായാൽ നമ്മൾ ഒരുപാട് കലാരൂപങ്ങൾ കാണാറുണ്ട് അല്ലേ? ഏതൊക്കെയാണവ? കഥകളി, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, മാർഗം കളി, ഒപ്പന, ദഫ്മുട്ട്, അറബനമുട്ട്, പരിചമുട്ട് കളി, കോൽക്കളി, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, അങ്ങനെ ഒട്ടനവധി കലാരൂപങ്ങൾ ഉണ്ട്. നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്കൂളുകളിലൊക്കെ ഒരുപാട് കലാരൂപങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ടീച്ചർക്കും മുതിർന്നവർക്കുമൊപ്പം അവ കാണാൻ ശ്രമിക്കൂ. കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ. നിങ്ങൾക്ക് ഈ കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേപ്പറിലൊക്കെ എന്നും വരും അല്ലേ, ഫസ്റ്റ് സെക്കൻഡും തേർഡും കിട്ടിയ കുട്ടികളുടെ ചിത്രങ്ങൾ. അപ്പോൾ അതെല്ലാം വെട്ടിയെടുത്ത് കലാരൂപങ്ങൾ എടുത്ത് ഒട്ടിക്കുക. ഓക്കെ, ഇനി നമ്മൾ കലാരംഗത്തുള്ളവരുമായി സംസാരിക്കുകയും വേണം. കലാരംഗത്തുള്ളവരുമായി സംസാരിക്കൂ. അവരെങ്ങനെയാണ് പഠിച്ചത്? ആരാണ് അവരുടെ ഗുരു? എത്ര പ്രയാസമുണ്ടോ ഇത് പഠിക്കാൻ? എത്ര കാലം പഠിച്ചാലാണ് നമ്മൾ രംഗത്ത് അവതരിപ്പിക്കാനാവുക? ഇതൊക്കെ നമ്മൾ കലാകാരന്മാരോട് സംസാരിച്ച് കണ്ടുപിടിക്കുക, മനസ്സിലാക്കുക. ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട്. ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല. എന്താണ് മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ? മുഖത്തുള്ള നമ്മൾ മേക്കപ്പ് എന്ന് സാധാരണ പറയും അല്ലേ? ഈ മുഖത്തെഴുത്ത് പലതരം മുഖത്തെഴുത്താണ്. അത് ഒരുപോലെ അല്ല. അതേപോലെ തന്നെ ചമയങ്ങളും ഒരുപോലെയല്ല. ചമയങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രം, അവരുടെ ആഭരണം എല്ലാം വ്യത്യസ്തമാണ്. പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം. പാട്ടും വ്യത്യാസമുണ്ട്, അത് അവതരിപ്പിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. 2 കലാരൂപങ്ങളുടെയും ചിത്രം നോക്കൂ. കഥകളിയും പടയണിയുമാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കാഴ്ചയിൽ 2 കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കൂ. അപ്പോൾ ഇത് കഥകളിയിലെ കത്തി വേഷം എന്ന് പറയുന്ന വേഷമാണ്. മറ്റത് പടയണി എന്നുള്ള കലാരൂപവുമാണ്. 2 കലാരൂപങ്ങളുടെയും വേഷത്തിലും അതുപോലെ മുഖത്തെഴുത്തിലും കിരീടത്തിനും നമ്മൾ പ്രത്യക്ഷത്തിൽ തന്നെ വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ. ഇനി നമുക്ക് സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി നോക്കാം. ആദ്യം നമുക്ക് ഇതിലെ വ്യത്യാസം നോക്കാം. പടയണി, കഥകളി. പടയണിക്ക് വലിയ കിരീടമാണ്. അതുപോലെ കുരുത്തോലയും പാളയും മറ്റും ഉപയോഗിച്ചുണ്ടാക്കിയ കിരീടമാണത്. കുരുത്തോല അണിഞ്ഞിട്ടുണ്ട്. കഥകളിയിലെ ചെറിയ കിരീടമാണ്. അത് മരം കൊണ്ടുണ്ടാക്കിയ കിരീടമാണ്. ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ സാമ്യങ്ങൾ. 2 കലാരൂപങ്ങൾക്കും നിറമാർന്ന വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. 2 കലാരൂപങ്ങൾക്കും മെയ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. 2നും ചടുലമായ ചുവടുവയ്പ്പുകളാണുള്ളത്. മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാവും. പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ. തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളാണ്. ഈ തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലൂ. പടയുടെ കെടുതി. പട എന്ന് പറഞ്ഞാൽ യുദ്ധം. പടയുടെ കെടുതികൾ, ഇതൊക്കെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതാണ് ഈ തുള്ളൽ പാട്ടിൽ കൂടെ അവതരിപ്പിക്കുന്നത്. ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കേളച്ചാരുടെ വാളും പോയി, കാളന്നായുടെ ചങ്ങല പോയി, ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞേ ചോടിപ്പോന്നു, കോന്തിച്ചേട്ടനു കുന്തം പോയി, കോന്തിക്കവനുടെ കൊടുവാൾ പോയി, ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണവാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ. ഈ ഓട്ടംതുള്ളലുകളൊക്കെ എഴുതിയിട്ടുള്ളത്, തുള്ളൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരാണ്. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇത് പ്രദോഷ മാഹാത്മ്യം തുള്ളൽ എന്ന
കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ചില വാക്കുകളുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കൊടുവാൾ വെട്ടുന്നതിനുള്ള ആയുധം, തൂമ്പ മണ്ണിൽ കിളയ്ക്കാനുള്ള ഉപകരണം. ദൂഷണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ. പട, യുദ്ധം. ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. ഇനി ഈ കവിതാ ഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ? കാരണങ്ങൾ എന്തൊക്കെയാവാം? ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്കൊരു ചിരി വരും. എന്താണ് കാരണം? യുദ്ധത്തിൽ ഇട്ടിപ്പെണ്ണിന് എന്താണ് പോയിട്ടുള്ളത്? ഇട്ടിപ്പെണ്ണിന് കട്ടിലാണ് പോയത്. അതേപോലെ നെട്ടിപ്പെണ്ണിനോ അവളുടെ പെട്ടികളൊക്കെ പോയി. കണ്ടച്ചാർക്കാണെങ്കിൽ അയാളുടെ മുണ്ടാണ് പോയത്. ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി. ഇങ്ങനെയുള്ള ഈ വാക്യങ്ങൾ, ഈ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാതെ ഒന്ന് ചിരി വരും അല്ലേ? നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത്. കാളൻ നായുടെ ചങ്ങല പോയി, ചിരി കണ്ട് അച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ് ചോടിപ്പോന്നു. പിന്നെയോ കോന്തിച്ചേട്ടന് കുന്തം പോയത്, ചേമ്പു കിളച്ച് നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്ക് തൂമ്പ പോയത്. ഇതെല്ലാം നമുക്ക് ചിരി വരുന്ന കാര്യങ്ങളാണ്, രസം പകരുന്ന കാര്യങ്ങളാണ്. പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. പട അല്ലെങ്കിൽ യുദ്ധം. പട എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം. യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെ നഷ്ടങ്ങളാണ്? കട്ടിലും പെട്ടിയും മുണ്ടും ചെണ്ടയും പോയി. വാളും ചങ്ങലയും ചുരികയും കുന്തവും കൊടുവാളും തൂമ്പയും എല്ലാം പോയി. ഇത്രയും നഷ്ടങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പഴയ കാലത്തെ കഥ. ഇക്കാലത്താണ് യുദ്ധം ഉണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട്? എഴുതി നോക്കൂ. അവയെ തുള്ളൽ പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റൂ. തുള്ളൽ പാട്ടിൻ്റെ രീതിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ആ തുള്ളൽ കവിത അവതരിപ്പിച്ചത്. അതേ രീതിയാണ് തുള്ളൽ പാട്ടിൻ്റെ രീതി. അപ്പോൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ എന്തെല്ലാം പോയി? പെട്ടി കട്ടിലൊന്നും പോയി എന്നുള്ളതിനേക്കാൾ നമ്മൾ TV, ഫ്രിഡ്ജ് ഒക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ടത് അല്ലേ? TVയും ഫ്രിഡ്ജും കട്ടിലും അലമാരയും അതുപോലെ സാരിയും പാൻസും ചുരിദാറും ഇതെല്ലാം പോയും അല്ലേ? ഇന്നാണെങ്കിൽ ഇതൊക്കെ പോകും. കത്തിയും തോക്കും കൊടുവാളും വടിവാളും അങ്ങനെ പല പല നഷ്ടങ്ങളും ഉണ്ടാകും. ഇനി നമ്മൾ ഇതിനെ ഒരു കവിത പോലെ എഴുതി അവതരിപ്പിക്കണം. അത് നിങ്ങൾ അവതരിപ്പിക്കൂ. അടിയിൽ 2 തരം തുള്ളലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. ഇപ്പോൾ തുള്ളൽ പല തരത്തിലുണ്ട്. പാഠപുസ്തകത്തിൽ കാണിച്ചിട്ടുള്ളവയുടെ പേരുകൾ പറയൂ. ആദ്യം കാണിച്ചിട്ടുള്ളത് ഓട്ടൻ തുള്ളലാണ്. പേജ് നമ്പർ 30-ലുള്ളത് ഓട്ടൻ തുള്ളൽ കണ്ടില്ലേ? ഇനി പേജ് നമ്പർ 31 ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. അപ്പോൾ 3 തരം തുള്ളലുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിത്രം കണ്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.